അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു സിംപിൾ യു ക്യാൻ. അപ്പോൾ ഇന്ന് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയാലോ. 5 ടൈപ്പ് ഫ്ലവേഴ്സ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, പല മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടുനോക്കുക. വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റിബണാണ് എടുത്തിട്ടുള്ളത്. 2.5 സെൻറ്റിമീറ്റർ വിടുത്തിലുള്ള ഒരു റിബണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. യെല്ലോ കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 6 സെൻറ്റിമീറ്റർ നീളത്തിലൊരു പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ആ പീസിൻ്റെ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ലൈറ്റർ വെച്ചൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. പിന്നെ നടുഭാഗം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അവിടെയും ലൈറ്റർ വെച്ചൊന്ന് ചൂടാക്കി ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മറ്റേ ഭാഗം നമ്മൾ കട്ട് ചെയ്യാത്ത ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ ഒരു പെറ്റലിൻ്റെ ഷേപ്പിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ലൈറ്റർ വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ആ പെറ്റലിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചൂടാക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ചെറുതായിട്ട് ചൂടാക്കിയിട്ട് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ടോട്ടൽ 5 പീസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അതെല്ലാം ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പൊക്കെ അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കൊരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു കമ്പി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ കമ്പിയിൽ ഇതുപോലത്തെ സ്റ്റേമെൻസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഫ്ലവറിൻ്റെ ഒക്കെ സെൻറ്ററിൽ ഉണ്ടാവില്ലേ, അതുപോലത്തതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് ആദ്യം ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒരു ത്രെഡ് വെച്ചിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ ഫ്ലവറിൻ്റെ സെൻറ്റർക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ കുറച്ച് കൂടുതൽ ഫ്ലവേഴ്സ് തന്നെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഞാനത് ത്രെഡ് വെച്ച് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽ ഗ്രീൻ ടേപ്പും കൂടെ ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ആ ഫ്ലവറിൻ്റെ സെൻറ്റർക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ യെല്ലോ കളറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. അപ്പോൾ അതിനനുസരിച്ച് ആ ഫ്ലവറിൻ്റെ സെൻറ്റർത്തവും കൂടെ മാറ്റി കൊടുക്കണമെങ്കിൽ കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലത്തെ ടോട്ടൽ 5 ഫ്ലവേഴ്സ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അതെല്ലാം നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കട്ടിയുള്ള കമ്പി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ ഓരോ പീസായിട്ട് ഇതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 5 ഫ്ലവർ ഉള്ളതുകൊണ്ടാണ് ഇതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഫ്ലവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫ്ലവേഴ്സൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു 2-3 ലീവ്സും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഞാനിവിടെ ഗ്രീൻ കളർ റിബൺ എടുത്തിട്ടുണ്ട്. 2.5 സെൻറ്റിമീറ്റർ വിഡ്ത്തിലുള്ള റിബണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതൊന്ന് വലിയൊരു പീസ് കട്ട് ചെയ്ത് അതിൻ്റെ 2 സൈഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ആ സൈഡൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇനി അതൊരു കമ്പിയിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലത്തെ 4 പീസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതും കൂടെ നമുക്ക് ആ ഫ്ലവറിൻ്റെ താഴെയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്ലവേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സിംഗിൾ പീസുകളായിട്ടും ഫ്ലവർ ബേസിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു ബഞ്ചായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുത്തേ ഉള്ളൂ. അപ്പോൾ ഈസിയാണ് ചെയ്യാൻ, നല്ല ഭംഗിയുണ്ട് കാണാൻ. പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അടുത്തത് ചെയ്യാൻ വേണ്ടിയിട്ട് കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഓഫ് വൈറ്റ് കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം കേട്ടോ. എന്നിട്ട് അതൊന്ന് ഒരു റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് ഇതുപോലെ ഒന്ന് മടക്കി ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. തിന്നായിട്ടുള്ള പെറ്റൽസ് വരൂലേ, അതുപോലെയാണ് കേട്ടോ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കത്രിക വെച്ചിട്ടോ അല്ലെങ്കിൽ സ്കെയിൽ വെച്ചിട്ടോ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലത്തെ ടോട്ടൽ 3 പീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ സെയിം രീതിയിൽ തന്നെ ഓറഞ്ച് കളറിന്നും 3 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ 2 കളറും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു ഫ്ലവറാണ് കേട്ടോ. അപ്പോൾ മിക്സ് ആയിട്ടാണ് കേട്ടോ ഓരോ ലെയറും വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഏറ്റവും ടോപ്പിൽ ഞാൻ വൈറ്റാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിനെ 2 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊരു ചെറിയ പീസിന് ഒന്ന് റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് തന്നെ അടുത്ത പീസിനെയും കൂടെ റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതാ ഇതുപോലെയാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ഓറഞ്ച് ലെയറാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്നും കുറച്ച് പീസ് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ഫസ്റ്റിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ വൈറ്റ് പീസിനെ അതിൻ്റെ താഴ്ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ അകത്തേക്ക് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അടുത്തതും ഞാൻ ഓഫ് വൈറ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതുമൊന്നും ഒരു ചെറിയ പീസ് കട്ട് ചെയ്ത് മാറ്റി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ പീസും ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ എല്ലാ പീസും അങ്ങനെ കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് കട്ട് ചെയ്യുന്ന ഭാഗം കുറച്ച് ഭാഗം മാത്രം കട്ട് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കിയാൽ ശരിക്കും മനസ്സിലാവും. ഇനി എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും ടോപ്പത്തെ ലെയറിൽ നിങ്ങൾക്ക് ഗ്യാപ്പ് തോന്നുകയാണെങ്കിൽ അവിടെ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഓറഞ്ചിന്നോ അല്ലെങ്കിൽ വൈറ്റിന്നോ ഒക്കെ ഒരു ചെറിയ പീസ് റോൾ ചെയ്ത് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു ഓറഞ്ച് പീസ് അങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ 2 കളറിൽ ചെയ്യുമ്പോൾ ശരിക്കും നല്ല ഭംഗിയാണ് കേട്ടോ. റെഡും വൈറ്റും ഒക്കെ ആകുമ്പോൾ ഒന്നുകൂടെ ഒരു ഭംഗി ഉണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങൾക്കിത് ഫ്ലവർ ബേസിൽ വെച്ച് കൊടുക്കണമെങ്കിൽ ഒരു ഗ്രീൻ കളർ പേപ്പർ എടുത്ത് റോൾ ചെയ്ത് അതിൻ്റെ ഫ്ലവറിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ തന്നെ ചെയ്യുന്നുള്ളൂ. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ഫ്ലവർ കണ്ടു നോക്കാം. അപ്പോൾ അടുത്ത ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പിസ്താഷ്യെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം ഒന്ന് കളർ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റെഡ് കളർ അക്രലിക് പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മെറ്റാലിക്കും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പിങ്ക് ഷെയ്ഡ് വരുന്ന ഒരു മെറ്റാലിക്കും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കളർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 5 ലെയറായിട്ടാണ് ഞാൻ ആ ഫ്ലവർ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ലെയറിലും എത്ര പിസ്താൻ്റെ പീസ് വേണമെന്നുള്ളത് ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കിയാൽ മതി. ഇനി ഓരോ പീസുകളും ഇതുപോലെ ഞാനൊന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട്. ഏറ്റവും ടോപ്പിൽ വരുന്ന ആ ഒരു പീസിന് ലൈറ്റ് കളറും താഴെ വരുന്നതിന് ഡാർക്കായിട്ടുമാണ് കേട്ടോ കളർ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ എല്ലാ പീസും അങ്ങനെ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കളർ ചെയ്ത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഏറ്റവും സെൻറ്ററിൽ വരുന്ന ആ ഒരു പീസിന് ലൈറ്റ് കളറും ഏറ്റവും പുറത്ത് ആ ഒരു പീസിന് ഡാർക്ക് കളറുമാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഓരോ പീസായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം 2 പിസ്തൻ്റെ പീസുകളാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതൊരു കമ്പിയിൽ 2 സൈഡിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് 3 പിസ്ത ഷെല്ലുകൾ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഓരോ പീസും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കണം കേട്ടോ. അപ്പോഴേ അതവിടെ നിൽക്കുള്ളൂ. അപ്പോൾ ഇതാ എല്ലാ പീസും അങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ കമ്പിയിൽ ഒരു ചെറിയ പീസ് ടിഷ്യൂ എടുത്തിട്ട് അതൊന്ന് റോൾ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ടിഷ്യൂ പേപ്പർ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ലീവ്സ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് റോസ് ഫ്ലവറിൻ്റെ ലീവ്സ് ഇല്ലേ, അതുപോലെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ലീവ്സുകളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം ഗ്ലൂ അപ്ലൈ ചെയ്ത് ഫ്ലവറിൻ്റെ താഴെയായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. കുറച്ചുകൂടെ ഒരു വലിയ ലീവ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും ഒരു കമ്പിയിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്.
ഇനി നിങ്ങൾക്ക് ഫ്ലവർ ബഡ് ഉണ്ടാക്കണമെങ്കിൽ ഒരു 2 പിസ്താഷ്യയിൽ വെച്ചിട്ട് ഫസ്റ്റ് നമ്മൾ ഫ്ലവറിൻ്റെ ഫസ്റ്റ് ഭാഗം ചെയ്തില്ലേ അതുപോലെ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ താഴ്ഭാഗത്ത് ഇതുപോലെ ഗ്രീൻ കളർ പേപ്പർ വെച്ചിട്ട് ചെറിയ ലീവ്സുകൾ ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നല്ലൊരു അടിപൊളി ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ വേറെ 2-3 പീസ് വെച്ചിട്ട് ഒരു ഫ്ലവർ വേസിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പെട്ടെന്ന് കേടാവൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി അടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് കവറാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ വേസ്റ്റിലിടുന്ന കവറുകളാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരുപാട് ക്രാഫ്റ്റ് നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ട് നോക്കണേ. ഇപ്പോൾ ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് കട്ടിയുള്ള ടൈപ്പ് പ്ലാസ്റ്റിക് കവറാണ് കേട്ടോ. വൈറ്റ് കളറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. ആ കവറിൽ നിന്ന് ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൽ കുറച്ച് പെറ്റൽസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് ആദ്യം ഞാനൊരു പേപ്പറിൽ നിന്ന് ഒരു പെറ്റലിൻ്റെ ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആ പേപ്പറിൽ വെച്ചിട്ട് ആ സൈസിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 2 സൈസിലുള്ള പെറ്റൽ ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ചൊരു ചെറിയ സൈസിലും പിന്നെ അതിനേക്കാളും കുറച്ചുകൂടെ ഒരു വലിയ സൈസിലാണ് കേട്ടോ പെറ്റൽസ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാ എല്ലാ പീസും അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഓരോ പെറ്റൽസും ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. പെറ്റലിൻ്റെ 2 സൈഡിലും കൈ വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ എല്ലാ പീസും അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ അതാ എല്ലാ പെറ്റൽസും അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നീളമുള്ള ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് കുറച്ച് പെറ്റൽസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഒരുമിച്ചാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ നോക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടല്ല, ഒരുമിച്ച് ഒരു പീസിൽ തന്നെ കുറച്ച് പെറ്റൽസ് കൂടുതലായിട്ട് കട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഇതുപോലെ തന്നെ കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. ഈ പെറ്റൽസുകളും ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതല്ലാതെ വേറെ ചെറിയ 2 പെറ്റൽസും കൂടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് പ്ലാസ്റ്റിക് കവർ, വേസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ പീസും കൂടെ എടുക്കുന്നുണ്ട്. ഇനി അതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഒരു കമ്പി എടുത്ത് അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ ആദ്യം നമ്മൾ ആ വേസ്റ്റ് ആയിട്ടുള്ള ആ ഒരു പ്ലാസ്റ്റിക് കവറിന് നന്നായിട്ട് തന്നെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ആ ചെറിയ 2 പെറ്റൽസ് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതുപോലെ ബാക്കിയുള്ള എല്ലാ പെറ്റൽസും അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് വീഡിയോ ശ്രദ്ധിച്ചാൽ ഒന്നുകൂടെ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതാ നല്ലൊരു അടിപൊളി ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ കമ്പിയിൽ ഗ്രീൻ ടേപ്പും കൂടെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഇതിന് വേണ്ടിയിട്ട് ലീവ്സും കൂടെ ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ലീവ്സ് ഉണ്ടാക്കി കാണിക്കണില്ല. പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല ഭംഗിയിൽ ലീവ്സ് ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഉണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ട് നോക്കണേ. അപ്പോൾ ഞാനിവിടെ ആർട്ടിഫിഷ്യൽ ലീവ്സുകളാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഫ്ലവറാണ്. പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ അടുത്ത ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ക്രീപ്പ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ വീതി കുറഞ്ഞിട്ടുള്ള റോളായിട്ട് വരുന്ന ക്രീപ്പ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ വലിയ പീസ് പേപ്പർ ആണെങ്കിൽ അതിന്ന് ഈ വീതിയിൽ കുറച്ച് പേപ്പേഴ്സ് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതിനെ ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് വലിച്ചിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിനെ ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് ചെറിയ സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പേപ്പർ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ സെയിം സൈസിൽ വേറൊരു പീസും കൂടെ ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ബാമ്പു സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കമ്പി എടുക്കാം, അല്ലെങ്കിൽ ഈർക്കിളി ആയാലും മതി കേട്ടോ. എന്നിട്ട് അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത്
ആദ്യം ഒരു പീസ് റോൾ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് അടുത്ത പീസും കൂടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ പേപ്പർ അങ്ങനെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ഫ്ലവറിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാൻ ചെറിയൊരു പീസ് ടിഷ്യൂ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഫ്ലവർ സ്റ്റിക്കിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് അത് അതിൽ ഒട്ടിച്ചു കൊടുക്കാം. ടിഷ്യൂ അങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് തന്നെ ഗ്രീൻ ടേപ്പും കൂടെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ അടിപൊളി ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ അടുത്തത് ചെയ്യാൻ വേണ്ടിയിട്ട് ചോളത്തിൻ്റെ തൊലി ഒന്ന് ഉണക്കി എടുത്തിട്ടുണ്ട്. അതിലൊരു പീസിനെ 2 പീസായിട്ട് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഓരോ ഫ്ലവറിൻ്റെ പെറ്റൽസിൻ്റെ സൈസിനനുസരിച്ച് നമുക്കത് ഓരോ പീസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഒരു പെറ്റലിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം. ഇനി പെറ്റലിൻ്റെ ഏറ്റവും താഴെ വരുന്ന ആ ഒരു ഭാഗം ത്രെഡ് വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇതാ ഒരു പെറ്റൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വലിയ പെറ്റലാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇതുപോലെ നീളമുള്ള ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഫ്ലവറിൻ്റെ സെൻറ്ററിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ 3 ലെയറിലാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഫ്ലവർ ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ഫസ്റ്റത്തെ ലെയർ 7 പീസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 5 പീസ്, പിന്നെ 3 പീസ്, ആ രീതിയിലാണ് കേട്ടോ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇതെല്ലാം അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്പി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അറ്റം ഒന്ന് വളച്ചു കൊടുക്കാം. ഇനി ആ വലിയ പീസിനെ ആ കമ്പിയിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ട്വിസ്റ്റ് ചെയ്തിട്ടാണ്ട് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ ആക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഫ്ലവറിൻ്റെ സെൻറ്റർ ഭാഗം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഓരോ പെറ്റൽസ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ത്രെഡ് വെച്ച് കെട്ടി കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുത്താലും മതി. ഇനിയിപ്പോൾ ചോളത്തിൻ്റെ തൊലിയൊന്നും കിട്ടിയ ആരും കളയണ്ട കേട്ടോ. ഇതുപോലെ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും. പിന്നെ കുറേ ദിവസം ഇരിക്കുകയും ചെയ്യും. പെട്ടെന്നൊന്നും കേടാവുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഇതുപോലത്തെ ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ട് നോക്കണേ. നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ഒരുപാട് ക്രാഫ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. ഹോം ഡെക്കർ ചെയ്തിട്ടുണ്ട്. ഗ്രീറ്റിംഗ് കാർഡുകൾ, ബോട്ടിലായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് പോയി കണ്ട് നോക്കുക. പിന്നെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാ പീസും അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴെയായിട്ട് കുറച്ച് ലീവ്സും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്രീൻ കളർ പേപ്പർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഗ്രീൻ ടേപ്പും കൂടെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നല്ലൊരു അടിപൊളി ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള 5 ഫ്ലവേഴ്സും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക് യു.